ഭൂമിയുടെ ഫെയർ വാല്യൂവിലുള്ള അപാകതകൾ പരിഹരിക്കുവാൻ കളക്ടറെ സമീപിക്കുവാൻ ഒരുങ്ങി സബ് രജിസ്ട്രാർ ഓഫീസ് ജനകീയ സമിതി തീരുമാനിച്ചു. ഉടുമ്പൻചോല എംഎൽഎയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗമാണ് തീരുമാനമെടുത്തത്. ഫെയർ വാല്യൂവിലുള്ള വ്യത്യാസം മൂലം വില കുറഞ്ഞ ഭൂമിക്ക് ഭീമമായ വിലയും വിലയുള്ള ഭൂമിക്ക് വിലയില്ലാത്ത അവസ്ഥയുമാണ് നിലനിൽക്കുന്നത്. ഇത് കഴിഞ്ഞ ദിവസം ഇടുക്കി വിഷൻ റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെയാണ് ജനകീയ സമിതിയുടെ ഇടപെടൽ. 16ലധികം ക്ലാസിഫിക്കേഷനുകൾ ഫെയർ വാല്യൂവിൽ നിലവിലുണ്ടെങ്കിലും ഉടുമ്പൻചോല അടക്കമുള്ള താലൂക്കുകളിൽ ഇതിൽ പകുതിയിൽ പോലും വില നിശ്ചയിച്ചിട്ടില്ല. വർഷങ്ങൾക്ക് മുമ്പാണ് ഫെയർ വാല്യൂ നിശ്ചയിച്ച് റവന്യൂ വകുപ്പ് ഉത്തരവിറക്കിയത്. ഈ വില താരിഫ് തന്നെയാണ് ഇപ്പോഴും ജില്ലയിലെ മിക്കയിടങ്ങളിലും പിന്തുടരുന്നത്. ഇതുമൂലം പ്രതിസന്ധിയിലാകുന്നത് സ്ഥലം വിൽക്കുവാനുള്ളവരും വാങ്ങുവാൻ എത്തുന്നവരുമാണ്. വിലയില്ലാത്ത ഭൂമിക്ക് ഭീമമായ വിലയും വിലയുള്ള ഭൂമിക്ക് വിലയില്ലാത്ത സ്ഥിതിയുമാണ്. ഈ വിഷയം കഴിഞ്ഞ ദിവസം ഇടുക്കി വിഷൻ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിനെ തുടർന്നാണ് ഉടുമ്പൻചോല സബ് രജിസ്ട്രാർ ഓഫീസിൽ ചേർന്ന ജനകീയ സമിതി യോഗം വിഷയത്തിൽ ഇടപെടൽ നടത്തിയത്. വിഷയം കളക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഗവൺമെന്റിന് മുന്നിലേക്ക് എത്തിക്കുവാൻ ഉടുമ്പൻചോല എംഎൽഎ എം.എം. മണി നിർദ്ദേശിച്ചു. കൂടുതലുള്ളിടത്ത് കുറയ്ക്കാനും കുറവുള്ളിടത്ത് ഉയർത്താനും നടപടി സ്വീകരിക്കണം നമുക്ക് തീരുമാനിച്ച കളക്ടറോട് ആവശ്യപ്പെടാം. അതല്ലേ നമ്മുടെ മുമ്പിലുള്ള അല്ലാണ്ട് നമ്മളിപ്പോൾ എന്ത് ചെയ്യാൻ? കൂടുതൽ അനാവശ്യമായി കൂടുതൽ നിശ്ചയിച്ചിട്ടുണ്ട്, അത് കുറവ് ചെയ്യാനും കുറഞ്ഞു പോയിട്ടുള്ളത് കൂട്ടാനും. കാരണം ഈ സ്പെയർ വാല്യൂ ഇങ്ങനെയുള്ള വരുമാനം ഇല്ലേ ഗവൺമെന്റിനുള്ളൂ. റവന്യൂ വകുപ്പിനാണേലും ഏത് വകുപ്പിനാണേലും ഈ വരുന്നതെന്ന് പറഞ്ഞാൽ ഗവൺമെന്റിനുള്ള വരുമാന മാർഗമാണ്. അത് അർഹമായത് വരണം, എന്നാൽ അനർഹമായി ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നിലയിൽ കാര്യങ്ങൾ വരാനും പാടില്ല എന്ന നിലപാടാണ് നമുക്ക് സ്വീകരിക്കാവുന്നത്. അതിലിപ്പോൾ കുറവാണെന്നതിൽ കൂടുതലുണ്ടോ? കൂടുതലുണ്ട്. ഒന്ന് കൂടുതലുള്ളത് ഏതൊക്കെ പ്രദേശത്താണെന്ന് കാണിച്ച് അങ്ങനെയുള്ളത് പുനഃപരിശോധിക്കാനും, രണ്ട് ഫെയർ വാല്യൂ തീരെ കുറഞ്ഞു പോയിരിക്കുന്ന ഏതെല്ലാം പ്രദേശത്താണെന്ന് കണ്ടെത്തി അത് ഉയർത്തി തീരുമാനിക്കാനും ഒരു തീരുമാനം ഗവൺമെന്റ് അടിയന്തര ഇടപെടൽ നടത്തുമെന്ന പ്രതീക്ഷയിലാണ് മേഖലയിലെ ജനങ്ങൾ. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.